നമസ്കാരം. നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ പ്രതിഷേധക്കാരെ ക്രൂരമായി മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ADGP MR അജിത് കുമാറിനെതിരെ ആഭ്യന്തര വകുപ്പ് നടപടിക്ക് ഒരുങ്ങുന്നു. എന്നാൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം തൽക്കാലം ചാർജ് മെമ്മോ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. DGP ആവശ്യപ്പെട്ടത് പ്രകാരം 6 ദിവസങ്ങൾക്ക് ശേഷമാണ് അജിത് കുമാർ സംഭവത്തിൽ തന്റെ വിശദീകരണം നൽകിയത്. DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ തനിക്കെതിരെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ MR അജിത് കുമാർ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സ്വന്തം ഓഫീസിലെ ജീവനക്കാരുടെ മൊഴികൾ തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാറിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ അന്വേഷണ സംഘത്തിന് നൽകിയ നിർണായക മൊഴിയാണ് കേസിൽ അജിത് കുമാറിനെ പൂർണ്ണമായും കുടുക്കിയിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്താൻ നിർദ്ദേശിച്ചത് അജിത് കുമാർ ആണെന്ന് SIമാർ മൊഴി നൽകി. ഇതിനു പുറമെ ആലപ്പുഴയിൽ നിന്നെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കേസ് ഡയറി വാങ്ങി പരിശോധിക്കാനും SIമാർക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. കേസ് അട്ടിമറിച്ച് കോടതിയിൽ സമർപ്പിക്കാൻ പാകത്തിലുള്ള റഫർ റിപ്പോർട്ട് തയ്യാറാക്കാൻ ഉത്തരവിട്ടതും അജിത് കുമാർ ആണെന്നാണ് ഗ്രേഡ് SIമാരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഈ ആരോപണങ്ങൾ അപ്പാടെ തള്ളിക്കളയുന്ന നിലപാടാണ് അജിത് കുമാർ സ്വീകരിച്ചിരുന്നത്. താൻ കേസ് ഡയറി ആവശ്യപ്പെടുകയോ കേസ് അട്ടിമറിക്കാൻ വിധം റഫർ റിപ്പോർട്ട് തയ്യാറാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ നിർദ്ദേശവും നൽകിയിട്ടില്ല എന്നുമാണ് അജിത് കുമാറിന്റെ പ്രധാന വാദം. അജിത് കുമാർ സമർപ്പിച്ച വിശദീകരണ റിപ്പോർട്ട് നിലവിൽ DGP വിശദമായി പരിശോധിച്ചു വരികയാണ്. വിശദ പരിശോധനയ്ക്ക് ശേഷം കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കണ്ടെത്തലുകൾ അടങ്ങിയ റിപ്പോർട്ടിനൊപ്പം ഇത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച ശേഷമായിരിക്കും ADGPക്കെതിരായ തുടർ നടപടികളിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ സസ്പെൻഷൻ ഒഴിവാക്കി അജിത് കുമാറിന് ചാർജ് മെമ്മോ നൽകാനാണ് ആഭ്യന്തര വകുപ്പ് ഗൗരവമായി ആലോചിക്കുന്നത്. അതേസമയം നിലവിലെ നീക്കങ്ങൾ അജിത് കുമാറിന്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ DGP പ്രൊമോഷനെ പൂർണ്ണമായും ബാധിക്കും. നിലവിൽ സംസ്ഥാനത്ത് DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട ഏറ്റവും സീനിയറായ ADGPയാണ് MR അജിത് കുമാർ. ഈ മാസം 31-ന് ഫയർഫോഴ്സ് മേധാവി നിതിൻ അഗർവാൾ സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒഴിവിലേക്ക് വരേണ്ടത് അജിത് കുമാർ ആയിരുന്നു. സാധാരണ നിലയിൽ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് അജിത് കുമാറിന് ഔദ്യോഗികമായി ചാർജ് മെമ്മോ നൽകുന്നതോടെ സ്ഥിതിഗതികൾ മാറും. കേസിൽ അന്വേഷണവും തുടർ നടപടികളും പൂർത്തിയാകുന്നതുവരെ അജിത് കുമാറിന്റെ DGP പ്രൊമോഷൻ തടഞ്ഞുവെക്കാൻ സർക്കാരിന് സാധിക്കും. ചുരുക്കത്തിൽ SIമാരുടെ മൊഴിയും തുടർന്നുള്ള ചാർജ് മെമ്മോ നടപടിയും കാരണം അജിത് കുമാർ DGP ആകില്ല എന്ന കാര്യം ഉറപ്പാക്കപ്പെടുകയാണ്. എന്നാൽ നിലവിൽ സസ്പെൻഡ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിന് മെമ്മോ നൽകുന്ന നടപടിയിലേക്ക് മാത്രമായിരിക്കും സർക്കാർ കടക്കുക. സസ്പെൻഷൻ അടക്കമുള്ള വലിയ നടപടികളിലേക്ക് പോകുമെന്ന് മുൻപ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും രക്ഷാപ്രവർത്തന കേസിൽ ഏറ്റവും ഒടുക്കം അജിത് കുമാറിന് രക്ഷ ലഭിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്.